PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് അതേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും CSEB എക്സാം പ്ലേലിസ്റ്റ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ് ഇൻ ഫർണിച്ചർ, ബിൽഡിംഗ്, ലാൻഡ്, വെഹിക്കിൾ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത അസറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ലാൻഡ്. ലാൻഡിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. രണ്ടാമത്തെ ചോദ്യം, പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബിൽഡിംഗ്. ഓപ്ഷൻസ് 10%, 5%, 20%, 2.5%. ഉത്തരം ഓപ്ഷൻ ഡി, 2.5%. ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 2.5%. ഫർണിച്ചേഴ്സിന് 5%. അടുത്തത്, ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെക്നോളജി ഓർ ചേഞ്ച് ഇൻ ഫാഷൻ. ഓപ്ഷൻസ് അമോർട്ടൈസേഷൻ, ഒബ്സൊലസൻസ്, ഡിപ്ലഷൻ, ഫ്ലക്ച്വേഷൻ. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ഒബ്സൊലസൻസ്. കാലഹരണപ്പെടുക പറയും. അതായത് ടെക്നോളജിയിലുള്ള മാറ്റം കൊണ്ടുവരുന്ന ആ ഡിപ്രീസിയേഷൻ, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ഒബ്സൊലസൻസ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെക്നോളജി ഓർ ചേഞ്ച് ഇൻ ഫാഷൻ ഈസ് ഒബ്സൊലസൻസ്. അടുത്തത്, ദ ടേം ഡിപ്ലഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്. ഓപ്ഷൻസ് കറണ്ട് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വാസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഉത്തരം ഓപ്ഷൻ സി, വാസ്റ്റിംഗ് അസറ്റ്. ഡിപ്ലഷൻ എന്ന് പറയുന്നത് വാസ്റ്റിംഗ് അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലഷൻ എന്ന് പറയുന്ന ടേം വാസ്റ്റിംഗ് അസറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വെൻ. ഓപ്ഷൻസ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, പർച്ചേസ് ഓഫ് സ്റ്റേഷനറി. ഈ പറഞ്ഞിരിക്കുന്നതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള എക്സ്പെൻഡിച്ചർ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഡാഷ് അക്കൗണ്ട് ഈസ് നോട്ട് ബാലൻസ്ഡ്. ഓപ്ഷൻസ് പേഴ്സണൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ഡിസ്കൗണ്ട് അക്കൗണ്ട്. ഡിസ്കൗണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യാറില്ല. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് കൺസൈനി ഈസ് ഡെറ്റർ ക്രെഡിറ്റർ, പ്രിൻസിപ്പാൾ ഏജന്റ് പ്രിൻസിപ്പാൾ, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. കൺസൈൻമെൻറ്റിൽ ഏജൻറ്റ് പ്രിൻസിപ്പാൾ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് പ്രിൻസിപ്പാൾ, ആരാണ് ഏജൻ്റ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. കൺസൈനറാണ് പ്രിൻസിപ്പാൾ, കൺസൈനി ഏജൻ്റാണ്. അപ്പോൾ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പ്രിൻസിപ്പാൾ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി ഈസ് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, നൺ ഓഫ് ദീസ്. മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസസ് എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? മെഷീനറി അക്കൗണ്ടിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ഡെബിറ്റ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ഡെഫിസിറ്റ്, ക്യാപിറ്റൽ ഫണ്ട്, സർപ്ലസ്, ഡ്രോയിങ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ
ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റവന്യൂ നാച്ചുറലുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ് ഈ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അതായത് പ്രോഫിറ്റിന് പകരം സർപ്ലസും ലോസിന് പകരം ഡെഫിസിറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ഡെബിറ്റ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, പ്രോഫിറ്റ് ആണ് വരേണ്ടത്. അപ്പോൾ ഉത്തരം വരുന്നത് സർപ്ലസ്. എക്സസ് ഓഫ് ക്രെഡിറ്റ് ഓവർ ഡെബിറ്റ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് സർപ്ലസ്. The uncalled portion of share capital set apart to be called only at the time of liquidation. The uncalled portion of share capital set apart to be called only at the time of liquidation. Capital reserve, reserve capital, risk capital, paid up capital. ഏതാണ് ഉത്തരം? ഉത്തരം റിസർവ് ക്യാപിറ്റൽ. Purchase of furniture is debited to purchases account. It dash the agreement of trial balance. Purchase of furniture is debited to purchases account. It dash the agreement of trial balance. Options: will affect, will not affect, sometimes affect, none of this. ഏതാണ് ഉത്തരം? അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, അത് ഡെബിറ്റ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിലാണ്. എവിടെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഫർണിച്ചർ അക്കൗണ്ടിലായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്, പകരം പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഇത് ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വിൽ നോട്ട് അഫക്റ്റ്. ഈ ഒരു എറർ ട്രയൽ ബാലൻസിൻ്റെ എഗ്രിമെൻറ്റിനെ ബാധിക്കില്ല. കോസ്റ്റ് ഓഫ് സർവീസസ് ആൻഡ് തിങ്സ് യൂസ്ഡ് ഫോർ ഏണിംഗ് റവന്യൂ. കോസ്റ്റ് ഓഫ് സർവീസസ് ആൻഡ് തിങ്സ് യൂസ്ഡ് ഫോർ ഏണിംഗ് റവന്യൂ. ഓപ്ഷൻസ്: ഇൻകം, ലോസ്, എക്സ്പെൻസ്, പ്രോഫിറ്റ്. സർവീസസ് ഇൻകർ ചെയ്യുന്നതിന് ഉള്ള കോസ്റ്റിനെ എന്താ പറയുക? എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ ദ പർച്ചേസ് റിട്ടേൺസ്. ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ ദി പർച്ചേസ് റിട്ടേൺ. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, ഇൻവോയ്സ്, നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി, ഡെബിറ്റ് നോട്ട്. പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെട്ട സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ അത് ക്രെഡിറ്റ് നോട്ടാണ്. അടുത്തത് ദ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ദ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പ്രോസ്പെക്ടസ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഉത്തരം ഓപ്ഷൻ ഡി, പാർട്ട്ണർഷിപ്പ് ഡീഡ്. അടുത്തത് ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്. ബേസ്ഡ് ഓൺ ഡാഷ് കൺസെപ്റ്റ് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്. എൻറ്റിറ്റി കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഇക്വിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവൂ എന്നാണ്. The account which increased by a debit entry. The account which increased by a debit entry. Option: sales, sales returns, purchase returns, none of these. ഉത്തരം ഓപ്ഷൻ ബി, സെയിൽസ് റിട്ടേൺസ്. തന്നിരിക്കുന്നത് ഡെബിറ്റ് എൻട്രി ഇൻക്രീസ് ആവുന്നത് ഏതാണ്? സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് ക്രെഡിറ്റ് എൻട്രി വരും, പർച്ചേസ് റിട്ടേണും ക്രെഡിറ്റ് ആണ്. സെയിൽസ് റിട്ടേൺ മാത്രമാണ് ഡെബിറ്റ് എൻട്രി കൊണ്ട് ഇൻക്രീസ് ആവുന്നത്. ഡാഷ് ഈസ് എ നെയിം സേക്ക് അസറ്റ്. ഡാഷ് ഈസ് എ നെയിം സേക്ക് അസറ്റ്. ഫിക്സഡ് അസറ്റ്, കറൻറ്റ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, നൺ ഓഫ് ദിസ്. ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. പേരിന് മാത്രമുള്ള അസറ്റ് ഏതാണ്? അത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. നാമമാത്രമായ അസറ്റ് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അതിന് റിയലൈസബിൾ വാല്യൂ ഇല്ല. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. ഡാഷ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഡാഷ് ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഓപ്ഷൻസ്: ഡിവിഡൻഡ് റിക്കവേർഡ്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, ബാഡ് ഡെറ്റ്സ് റിക്കവേർഡ്, ഇൻട്രസ്റ്റ്. തന്നിരിക്കുന്നവയിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇൻ എ കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് ഡാഷ് അപ്പിയേഴ്സ് ലയബിലിറ്റി സൈഡ്. ഇൻ എ കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് ഡാഷ് അപ്പിയേഴ്സ് ലയബിലിറ്റി സൈഡ്. ഓപ്ഷൻസ്: ഡിപ്രീസിയേഷൻ, റിസർവ്,
അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓൾ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബവ്. ഡിപ്രീസിയേഷനും റിസർവും അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും എല്ലാം കോപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. മുൻ വർഷങ്ങളിൽ അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.